ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറെന്ന സ്വപ്നവുമായി വന്ന നാനോയുടെ ഉദയവും പതനവും. ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ രത്തൻ ടാറ്റയാണ് നാനോ കാർ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു ദിവസം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന 4 അംഗ കുടുംബം അപകടത്തിൽപ്പെടുന്നത് കണ്ടതാണ് രത്തൻ ടാറ്റയെ ചിന്തിപ്പിച്ചത്. സാധാരണക്കാർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഒരു കാർ വേണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് 1 ലക്ഷം രൂപയുടെ കാർ എന്ന സ്വപ്നത്തിലേക്ക് നയിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ആണ് ഇത് വികസിപ്പിച്ചത്. 2008 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. നിലവിൽ ടാറ്റ നാനോയുടെ ഉൽപാദനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. 2018ഓടെ ഉൽപാദനം കുറയുകയും 2019 വിപണിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. BS6 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും പുതിയ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി വലിയ തുക ചിലവാക്കേണ്ടി വരുമായിരുന്നു. ലാഭകരമല്ലാത്തതിനാൽ ടാറ്റ ഈ പ്രോജക്റ്റ് അവസാനിപ്പിച്ചു. നാനോയുടെ ഒരു ഇലക്ട്രിക് പതിപ്പ്, അതായത് നാനോ EV ടാറ്റ പുറത്തിറക്കുമെന്ന് പല വാർത്തകളും വരുന്നുണ്ടെങ്കിലും കമ്പനി ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. നാനോ പരാജയപ്പെടാൻ ചില പ്രധാന കാരണങ്ങളാണുള്ളത്. ലക്ഷം രൂപയുടെ കാർ എന്ന വിളിപ്പേര്. കാറിനെ മാർക്കറ്റ് ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന നിലയിലായിരുന്നു ഇന്ത്യയിൽ ഒരു കാർ വാങ്ങുന്നത് അഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ കാണുന്നത്. വില കുറഞ്ഞ കാർ എന്ന ലേബൽ ആളുകൾക്ക് ഈ കാറിനോടുള്ള താല്പര്യം കുറച്ചു. തുടക്കത്തിൽ ചില നാനോ കാറുകൾ തീപിടിച്ചത് വലിയ വാർത്തയായി. ഇത് കാറിന്റെ സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്ക് പേടിയുണ്ടാക്കി. സിംഗപ്പൂരിലെ ഫാക്ടറി തുടങ്ങാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും കർഷക സമരവും കാരണം ടാറ്റയുടെ അവിടുന്ന് പിന്മാറേണ്ടി വന്നു. ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിനും ഉൽപാദനം വൈകാനും കാരണമായി. പിന്നീട് ഗുജറാത്തിലെ സാനാന്തിക്കിലാണ് ഫാക്ടറി മാറ്റിയത്. ഇന്ത്യക്കാരുടെ ഇഷ്ടം പതുക്കെ ചെറിയ കാറുകളിൽ നിന്ന് വലിയ കാറുകളിലേക്ക് മാറാൻ തുടങ്ങി. അതായത് ലക്ഷറി ഫീച്ചറുകളിലേക്ക് മാറിയതും നാനോയ്ക്ക് അത് തിരിച്ചടിയായി. രത്തൻ ടാറ്റയുടെ മനോഹരമായ ഒരു സ്വപ്നമായിരുന്നു നാനോ. എന്നാൽ മോശം മാർക്കറ്റിംഗും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം അത് വിപണിയിൽ വിറ്റുപോയില്ല. എങ്കിലും ഇന്ത്യൻ ഓട്ടോമൊബൈൽസിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ പരീക്ഷണമായി നാനോ ഇന്നും അറിയപ്പെടുന്നു.